ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഡോക്ടർ അഞ്ജലക്ഷ്മി. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മെയിൽ ഇൻഫെർട്ടിലിറ്റിയെക്കുറിച്ച് സംസാരിക്കാം. മെയിൽ ഇൻഫെർട്ടിലിറ്റിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള കുറച്ച് കാരണങ്ങളാണ് ഇന്നിവിടെ പറയുന്നത്. മെയിൽ ഇൻഫെർട്ടിലിറ്റിയുടെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു ഒന്നാമത്തെ റീസണാണ് ലോ സ്പേം കൗണ്ട് അല്ലെങ്കിൽ പുവർ സ്പേം മോട്ടിലിറ്റി. അതായത് നോർമൽ സ്പേം കൗണ്ടിൽ നിന്നും കൗണ്ട് കുറവായിരിക്കും. അതല്ലെങ്കിൽ സ്പേമിന് നോർമലായിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. ഈ സ്പേമിൻ്റെ മൂവ്മെൻറ്റ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ സ്പേമിന് മൂവ് ചെയ്തിട്ട് എഗ്ഗുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ സ്പേമിൻ്റെ കൗണ്ട് കുറവാണെങ്കിലും അത് കണക്ക് തന്നെ മൂവ്മെൻറ്റ് കുറവാണെങ്കിലും അവിടെ ഇൻഫെർട്ടിലിറ്റിക്കുള്ള ചാൻസസ് ഉണ്ട്. ഇനിയും അടുത്തൊരു റീസണാണ് വെരിക്കോസിൽ. സ്ക്രോട്ടത്തിൻ്റെ വെയിൻസിലുണ്ടാകുന്ന സ്വെല്ലിംഗ് ആണ് വെരിക്കോസിൽ. വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒന്നാണ് വെരിക്കോസിൽ. വെരിക്കോസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സെമൻ അനാലിസിസ് ചെയ്യുമ്പോഴേക്കും അതിൽ ഒരുപാട് അബ്നോർമാലിറ്റീസ് കാണാൻ സാധിക്കും. അതായത് സ്പേമിൻ്റെ കൗണ്ട് കുറവായിരിക്കും. അത് കണക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ മോട്ടിലിറ്റി, അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് കുറവായിരിക്കും. അതേ കണക്ക് തന്നെ അബ്നോർമൽ സ്പേം മോർഫോളജി ഉണ്ടാവും. അതായത് സാധാരണ സ്പേമിൻ്റെ ഷേപ്പിൽ നിന്ന് വ്യത്യാസമുണ്ടാവും. അതും ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു കാരണമാണ്. ഇനിയും അടുത്ത ഇൻഫെർട്ടിലിറ്റിയുടെ റീസണാണ് ഹോർമോണൽ ഇംബാലൻസ്. അതായത് ടെസ്റ്റോസ്റ്റിറോണിൻ്റെയൊക്കെ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പേമിൻ്റെ പ്രൊഡക്ഷനെ അഫക്റ്റ് ചെയ്യും. അങ്ങനെ അവിടെ ഇൻഫെർട്ടിലിറ്റിക്ക് സാധ്യതയുണ്ടാവും. ഇനിയും അടുത്തൊരു കാരണമാണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ. സെക്ഷൽ കോണ്ടാക്റ്റിൻ്റെ സമയത്ത് ഇറക്ഷൻ നടക്കാതിരിക്കുക അല്ലെങ്കിൽ ഇറക്ഷന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥയാണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ. ഇങ്ങനെയുള്ള കണ്ടീഷനുള്ളവരിലും ഇൻഫെർട്ടിലിറ്റി ഒരു സാധ്യതയാണ്. ഇനിയും അടുത്തൊരു കാരണമാണ് റെട്രോഗ്രേഡ് ഇജാക്കുലേഷൻ. അതായത് ഈ കണ്ടീഷനിൽ സെമൻ പെനിക്സിൽ നിന്ന് ഇജാക്കുലേറ്റ് ചെയ്ത് പുറത്തോട്ട് വരുന്നതിന് പകരമായിട്ടും സെമൻ റിലീസ് ചെയ്യുന്നത് ബ്ലാഡറിലോട്ടായിരിക്കും. നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ നോർമൽ പാത്തിലൂടെ ആയിരിക്കില്ല സെമൻ പുറത്തോട്ട് ഇജാക്കുലേറ്റ് ചെയ്ത് വരുന്നത്. ഇനിയും അടുത്തൊരു റീസണാണ് റീപ്രൊഡക്റ്റീവ് ട്രാക്കിൽ ഉണ്ടാകുന്ന ബ്ലോക്കേജസ്. ഇതുപോലെ റീപ്രൊഡക്റ്റീവ് ട്രാക്കിൽ എന്തെങ്കിലും ബ്ലോക്കേജസ്, എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ സ്പേമിന് കറക്റ്റായിട്ട് പുറത്തോട്ട് ഇജാക്കുലേറ്റ് ചെയ്ത് വരാനായിട്ട് സാധിക്കില്ല. അതും ഇൻഫെർട്ടിലിറ്റിയുടെ വൺ ഓഫ് ദ റീസൺ ആണ്. ഇനിയും അടുത്തൊരു റീസണാണ് ടെസ്റ്റിക്കിൾസിൽ ഉണ്ടാകുന്ന ട്രോമ. അതായത് മുമ്പ് എപ്പോഴെങ്കിലും ടെസ്റ്റിക്കിൾസിൽ എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്പേമിൻ്റെ പ്രൊഡക്ഷനെ ബാധിക്കുകയും അത് സ്വാഭാവികമായിട്ടും ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു കാരണമാവുകയും ചെയ്യും. ജനറ്റിക് ഡിസോർഡേഴ്സ് ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു കാരണമാണ്. ക്ലിൻഫെൽറ്റർ സിൻഡ്രോം, സിസ്റ്റിക് ഫൈബ്രോസിസ് പോലെയുള്ള ജനറ്റിക് ഡിസോർഡേഴ്സ് പുരുഷന്മാരുടെ വന്ധ്യതയ്ക്ക് ഒരു കാരണമാണ്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റുകൾ വന്ധ്യതയ്ക്ക് ഒരു കാരണമാണ്. അതായത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റുകളായ കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, സർജറി ഇതൊക്കെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് ഡാമേജ് വരുത്താനായിട്ട് സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും അതുവഴി ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇന്നത്തെ കാലത്തെ ലൈഫ് സ്റ്റൈൽ തന്നെ ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു പ്രധാന കാരണമാണ്. പുകവലി, മദ്യപാനം, ഡ്രഗ്സിൻ്റെ ഉപയോഗം, അത് കണക്ക് തന്നെ ചില സ്റ്റിറോയിഡ്സിൻ്റെ യൂസേജുകൾ, അമിതവണ്ണം തുടങ്ങിയവയൊക്കെ ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു പ്രധാന കാരണങ്ങൾ തന്നെയാണ്. ഇനിയും വേറൊരു കാരണം എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ടോക്സിൻസ് ഒക്കെ ആയിട്ട് എക്സ്പോഷർ ചെയ്യുന്ന ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതായത് കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നവർ കണ്ടിന്യൂസ്ലി പെസ്റ്റിസൈഡ്സ് ആയിട്ട് കോണ്ടാക്റ്റ് ആയിരിക്കും. അങ്ങനെയുള്ളവർ ചില ഫാക്ടറികളിൽ ജോലി ചെയ്യുമ്പോൾ ലെഡിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗമുള്ള ഫാക്ടറികളിലൊക്കെ ജോലി ചെയ്യുമ്പം റേഡിയേഷൻ അധികമായിട്ട് അടിക്കുന്ന സ്ഥലങ്ങളിലുള്ളപ്പം ഇത് സ്പേമിനെ നശിപ്പിക്കുകയും അതുവഴി ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ടോക്സിൻസിലൊക്കെ വല്ലപ്പോഴും നിന്ന് ജോലി ചെയ്യുന്നവർക്കല്ല കേട്ടോ, സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ നിന്ന് ജോലി ചെയ്യുന്നവർക്ക് സ്വാഭാവികമായിട്ടും വരാവുന്ന ഒരു ബുദ്ധിമുട്ട്. ഇത്രയൊക്കെയാണ് മെയിനായിട്ടും മെയിൽ ഇൻഫെർട്ടിലിറ്റിക്കുള്ള കാരണങ്ങൾ. ഇതല്ലാണ്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.